സ്പെഷ്യൽ വീഡിയോ ആണ്. നാളെ ഓൺ എക്സാം തകർക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മാറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളിൽ എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ടോ, എന്തൊക്കെ പഠിക്കാനുണ്ടോ, അത് മൊത്തം ഈ ഒരൊറ്റ റീലിൽ പഠിക്കാൻ പോവാണ് കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ നോക്ക് കോമൺ ഡിഫറൻസ് കാണാനാണ് ഇതിൽ പഠിക്കുന്നത്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി കാണാൻ x2 - x1. അതായത് ഞാൻ പറയാണ് 2, 4, 6 അങ്ങനെ പോവാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. 4 - 2 2 ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് നിങ്ങളോട് പറയാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? 24 ആണ്. ആൻഡ് ഇതിന്റെ തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു 36 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിച്ചു എത്രയാണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്? നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് 36 - 24 ചെയ്യുന്നു. 36 എത്രാമത്തെ പദമാണ്? മൂന്നാമത്തെ പദമാണ്. മൈനസ് 24 എത്രാമത്തെ പദ? രണ്ടാമത്തെ പദം. 3 - 2. 36 - 24 എന്ന് പറയുമ്പോൾ 12. 12/1 12 ആയിരിക്കും ആൻസർ. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് കോമൺ ഡിഫറൻസ് കാണാൻ പഠിക്കേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ടേം, ഇത് പദമാണോ എന്ന് നിങ്ങളോട് ചോദിക്കും. ഇതൊരു പദമാണോ ഈ ശ്രേണിയിലേ ചോദിക്കും. അപ്പൊ എങ്ങനെയാ കാണാന്നറിയോ? ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോ ഒരു 2, 4, 6 ഇങ്ങനെ പോയിട്ടുള്ള ഒരു അരിത്മാറ്റിക് സീക്വൻസ് എടുത്തു. അതിൽ ഒരു ടേം ആണോ, ഒരു 35 ഒരു ടേം ആണോ നോക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഈ 35ന്റെ ആദ്യ പദം കൊണ്ട് കുറയ്ക്കുക. അതായത് 35ൽ നിന്നും 2 പോയാൽ എത്രയാടാ വരിക? 33. ഇനി ഈ 33 എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാടാ? 2 കൂടി വരെയാണ് അല്ലെ? 2 ആണ് കോമൺ ഡിഫറൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 32 എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലെ? അതുകൊണ്ട് ഇതിലൊരു പദമല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്തത് നോക്കിയടാ, മിഡിൽ ടേം. ഇതിന്റെ മിഡിൽ ടേം നിങ്ങളോട് കാണാൻ പറയും. അതായത് നിങ്ങൾക്ക് തരികയാണെ 2, അടുത്ത ആൾ തന്നില്ല 6. ഇതിന്റെ നടുവിലെ ടേം എത്രയാന്ന് ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ്? ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേം ഇല്ലേ, 6ഉം 2ഉം തമ്മിൽ കൂട്ടുന്നു, ബൈ 2 ചെയ്യുന്നു. ഇങ്ങനെയാണ് മിഡിൽ ടേം. ഇതൊക്കെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ അടുത്തത് സമ്മ്. രണ്ട് രീതിയിലാണ് എന്റെ മക്കൾക്ക് സമ്മ് കാണാൻ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്മ് ടേം ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് ഞാൻ പറയാണ് 2, 4, 6, 8, 10 ഇങ്ങനെ 5 ടേംസിന്റെ സമ്മാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞതെങ്കിൽ, 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഇതാണ്. സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം